പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ, പുതിയൊരു ശക്തിയിലുണരാ കൃപ നീ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മനസ്സിലാക്കി, ദൈവം നമ്മളെ സ്നേഹിക്കുന്നത് അനന്തമായ സ്നേഹമാണ്. അൺകണ്ടീഷണൽ ലവ്, വ്യവസ്ഥയില്ലാത്ത സ്നേഹമാണ്. നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിൽ ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. നമ്മൾ എന്ത് തിന്മ ചെയ്താലും നമ്മളെ ദൈവം സ്നേഹിക്കുകയും ആ തിന്മയ്ക്ക് പരിഹാരം ചെയ്യുകയും ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ മനസ്സിലാക്കി എങ്ങനെ ഈ തിന്മ ഉത്ഭവിക്കുന്നുവെന്നും, തിന്മ ഉത്ഭവിച്ചത് ആദിമാതാപിതാക്കളുടെ ഉത്ഭവപാപത്തിൽ നിന്നാണെന്നും, എന്നാൽ ആ ഉത്ഭവപാപത്തെക്കുറിച്ച് ദൈവത്തിന് അറിയാമായിരുന്നു. ആ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുൻപ് തന്നെ അവനെ രക്ഷിക്കുന്നതിനുള്ള പദ്ധതി ഉണ്ടാക്കിയെന്നും, ആ പദ്ധതിയുടെ ആവിർഭാവം പ്രോട്ടോ എവാങ്കേലിയം, ആദ്യത്തെ സുവിശേഷത്തിൽ തന്നെ, ജനസിസിൽ അല്ലെങ്കിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ ആദിമാതാപിതാക്കളെ തോട്ടത്തിൽ നിന്നും പുറത്താക്കിയത് അവർ ഇനി ജീവന്റെ വൃക്ഷത്തിൽ നിന്നെങ്ങാനും ഭക്ഷിച്ച് അമർത്യരായി തീർന്നാലോ എന്നുദ്ദേശിച്ചിട്ടാണെന്നും, അതിൻ്റെ അർത്ഥം അവർ പാപാവസ്ഥയിൽ അമർത്യരാകരുത്, പാപാവസ്ഥയിൽ മരണാവസ്ഥയിൽ അമർത്യരായാൽ അവർ പിശാചിനെ പോലെയാകും, പിന്നെ അവരെ പശ്ചാത്തപിപ്പിക്കുക സാധ്യമല്ല. അതുകൊണ്ട് വേഗം നിങ്ങൾ പോയിക്കോ ഇവിടെ നിന്ന്, ഇനിയും കൂടുതൽ വലിയ തിന്മയിലേക്ക് വീഴാതിരിക്കാൻ. അവിടെ മുതൽ വാസ്തവത്തിൽ മനുഷ്യൻ്റെ രക്ഷയുടെ ആരംഭം ഉണ്ടായി. ദൈവം അവരെ തൂകൽ കൊണ്ടൊരു ഉടയാട ഉണ്ടാക്കിയത് യേശുക്രിസ്തുവാകുന്ന, ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായ യേശുക്രിസ്തുവാകുന്ന ആ രക്ഷകൻ്റെ നീതീകരണത്തിൻ്റെയും വിശുദ്ധീകരണത്തിൻ്റെയും ശക്തീകരണത്തിൻ്റെയും മഹത്വീകരണത്തിൻ്റെയും കൃപാവരത്തിൻ്റെ ഒരു വസ്ത്രമായിരുന്നു അതെന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട്, നമ്മളിനി മനസ്സിലാക്കേണ്ടത് പാപവും പാപത്തിൻ്റെ ആസക്തികളും നമ്മിൽ എങ്ങനെ ആധിപത്യം പുലർത്തുന്നുവെന്നും, അതിനെ ഉന്മൂലനം ചെയ്യാൻ കൃപയും കൃപയുടെ ആധിപത്യവും യേശുക്രിസ്തുവിലൂടെ പ്രത്യക്ഷമായി കഴിഞ്ഞിരിക്കുന്നു എന്ന ബോധ്യവുമാണ് നമുക്കുണ്ടാകേണ്ടത്. തുടർന്ന് നാളെ നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലൂടെ എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഈ പുതിയ ഒരു ക്രിസ്തു രൂപപ്പെടുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനു മുൻപായിട്ട് പശ്ചാത്താപത്തിൻ്റെ ഒരവസ്ഥ നമുക്കുണ്ടാകേണ്ടതിൻ്റെ അർത്ഥം എന്താണ്? ഒന്ന് നമ്മൾ മനസ്സിലാക്കണം, മനുഷ്യൻ എത്ര പാപിയായാലും ദൈവം അവനെ സ്നേഹിക്കുന്നുവെന്നും, പ്രത്യേകിച്ച് നമ്മൾ അധികം പേരും മാമോദീസ സ്വീകരിച്ച് കഴിഞ്ഞിരിക്കുന്നവരായതുകൊണ്ട് മാമോദീസായുടെ കൃപാവരം നമ്മളിൽ നിലനിൽക്കുന്നുണ്ട്. മാമോദീസായുടെ മുദ്ര നമ്മളിൽ ലഭിച്ചിരിക്കുന്നത് ഒരു പാപത്തിനും അകറ്റാൻ പറ്റില്ല എന്ന് 1272 ഖണ്ഡികയിൽ പറയുന്നുണ്ട് കത്തോലിക്ക മതബോധന ഗ്രന്ഥത്തിൽ. The mark, the stamp, the seal which is upon us cannot be removed by any sin. അപ്പോൾ ദൈവം നമ്മളിൽ മുദ്ര കുത്തിയിരിക്കുന്നു. ആ മുദ്ര, മാമോദീസായിലൂടെ നമ്മളിൽ കുത്തിയിരിക്കുന്ന ആ മുദ്ര നമ്മൾക്ക് ജീവന്റെ അടയാളത്താൽ മുദ്ര കുത്തപ്പെട്ടവർ എന്ന് വിശുദ്ധ കുർബാനയിൽ പല പ്രാവശ്യം എടുത്തു പറയുന്നു. ജീവന്റെ അടയാളത്താൽ മുദ്ര കുത്തപ്പെട്ടവർ നമ്മൾ യേശുക്രിസ്തുവിലൂടെ ജീവന്റെ അടയാളത്താൽ മുദ്ര കുത്തപ്പെട്ടവരാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? നമ്മൾക്ക് മനസ്സിലായി
നമ്മളിൽ ഉത്ഭവപാപമുണ്ടായി. ആ പാപത്തിന് പരിഹാരം ചെയ്യാൻ യേശുക്രിസ്തു വന്നിരിക്കുന്നു. ഇനി മറ്റൊന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രമാണങ്ങൾ എന്തിനുണ്ടായി? എന്താണ് ഈ പ്രമാണങ്ങളുടെ ഉദ്ദേശം? 10 കൽപ്പനകൾ എന്തിന് നമുക്ക് നൽകി? പ്രമാണങ്ങളെക്കുറിച്ചും പാപത്തെക്കുറിച്ചും സഭ പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ ആദ്യം തന്നെ പറയുന്നത് കരുണയെക്കുറിച്ചാണ്. 1846 ഖണ്ഡികയിൽ പറയുകയാണ്, ദൈവത്തിന് പാപികളോടുള്ള കാരുണ്യം യേശുക്രിസ്തുവിൽ വെളിപ്പെടുത്തപ്പെട്ടതാണ് സുവിശേഷം. ഗുഡ് ന്യൂസ് എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. സുവിശേഷം എന്ന വാക്കിൽ നിന്നും ബൈബിൾ മുഴുവനും സുവിശേഷമാണെന്ന് മനസ്സിലാക്കരുത്. ഈ ബൈബിൾ മുഴുവനും സുവിശേഷമല്ല. സുവിശേഷം എന്നത് ദൈവത്തിന് പാപികളോടുള്ള കാരുണ്യം യേശുക്രിസ്തുവിൽ വെളിപ്പെടുത്തപ്പെട്ടതാണ് സുവിശേഷം. ഒരല്പം അതിനെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയം ദൈവസ്നേഹം കൊണ്ട് തുടിക്കും. യേശുവിൻ്റെ വരവിന് മുൻപ് ഫരിസേയരും നിയമജ്ഞരും സിനഗോഗുകളിൽ പഠിപ്പിച്ചിരുന്നു. അതാണ് പുതിയ നിയമത്തിൽ നമ്മൾ കേൾക്കുമ്പോൾ അവൻ അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചു എന്ന് പറയുമ്പോൾ മനസ്സിലാക്കണം, സിനഗോഗുകളിൽ ഫരിസേയരും നിയമജ്ഞരും പഠിപ്പിച്ചിരുന്നത് ഈ 10 കൽപ്പനകളെ 600-800 ഉപകൽപ്പനകൾ സഹിതം 1000-ലേറെ കൽപ്പനകളാക്കിക്കൊണ്ട് അതെല്ലാം കണിശമായി അവർ പാലിക്കുന്നില്ലെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടുമെന്നും അതിനുള്ള തക്കതായ ശക്തമായ ശിക്ഷ അവർക്കുണ്ടാകുമെന്നും അവർ തന്നെ അവരുടെ സ്വന്തം ശക്തിയിലൂടെ സ്വന്തം എഫർട്ട് എടുത്ത് ഈ കൽപ്പനകളെ പാലിക്കണം എന്നതായിരുന്നു. കാരണം ഈ വരാനിരിക്കുന്ന രക്ഷകനെ കുറിച്ചുള്ള അറിവിൽ അവർ പൂർണ്ണത ലഭിച്ചിരുന്നില്ല. അതായിരുന്നു യേശു വരുന്നതിന് മുമ്പുള്ള ഭീകരമായ ഒരവസ്ഥ. അതുകൊണ്ടാണ് നമ്മൾ ഈ വചനം ശ്രദ്ധിക്കുന്നത്, അന്ധകാരത്തിൽ കുടികൊണ്ടിരുന്ന ജനം വലിയൊരു പ്രകാശം കണ്ടു. ഈ അന്ധകാരം എന്ന് പറയുന്നത് ദൈവത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മയുടെ അജ്ഞതയുടെ ഒരു അന്ധകാരമാണ്. ദൈവത്തെക്കുറിച്ചുള്ള അറിവ് പ്രവാചകന്മാരിലൂടെ നൽകപ്പെട്ടിരുന്നതിൽ ശിക്ഷയെക്കുറിച്ചുമുണ്ട് രക്ഷയെക്കുറിച്ചുമുണ്ട്. എന്നാൽ ശിക്ഷ ആർക്കുള്ളതാണ്? ശിക്ഷ ദൈവത്തിൽ വിശ്വസിക്കാത്തവരും ദൈവത്തെ സ്നേഹിക്കാത്തവരും ദൈവത്തെ തിരസ്കരിക്കുന്നവർക്കുമാണ്. ദൈവത്തെ വിശ്വസിക്കുന്നവർക്കും ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്കും ദൈവത്തെ സ്നേഹിക്കുന്നവരും അതിലൂടെ തന്നെ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഇസ്രായേൽ ജനം വാസ്തവത്തിൽ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ്, ദൈവജനമാണ്. എങ്കിലും അവർ ഇതിൻ്റെ രഹസ്യം മനസ്സിലാക്കിയില്ല. അവർ കൽപ്പനകളെ ഒരു കണിശമായ ദൈവത്തിൻ്റെ ശിക്ഷയുടെ ഒരടയാളമായിട്ട് കണക്കാക്കിക്കൊണ്ട് അതനുസരിക്കാത്തവരെ ശിക്ഷിക്കുന്ന ഒരു പ്രബോധനം നൽകുകയും അത് ഓരോ കൽപ്പനകൾക്കും നിരവധി ഉപകൽപ്പനകൾ നൽകിക്കൊണ്ട് അവരവർ അവരുടെ സ്വന്തം അധ്വാനത്തിലൂടെ ഈ കൽപ്പന പാലിക്കണം എന്ന് കണിശമായി പ്രബോധിപ്പിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലാണ് അവനവരുടെ സിനഗോഗുകളിലേക്ക് വന്നത്. അവനവരുടെ സിനഗോഗുകളിൽ, അപ്പോൾ സിനഗോഗുകളിൽ ഈ നിയമത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന ആ സമയത്ത് ഇതാ യേശു അവിടെ കടന്നു വരുന്നു. ഒന്ന് ചിന്തിക്കാം. അപ്പോൾ ഫരിസേയ പ്രമാണികളും നിയമജ്ഞരും കണിശമായിട്ട് ഇത് നിങ്ങൾ പാലിക്കണം, പാലിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ശിക്ഷിക്കപ്പെടും, നിങ്ങൾ തന്നെ അധ്വാനിക്കണം, നിങ്ങൾ ഇതിൻ്റെ ഭാരം ചുമക്കണം എന്ന് പഠിപ്പിച്ചുകൊണ്ട് മാറിക്കഴിഞ്ഞപ്പോൾ ഇതാ മറ്റൊരു പ്രബോധകൻ, മറ്റൊരു റബ്ബായി വന്നിരിക്കുകയാണ്. കർത്താവ് ഈശോ മിശിഹ അവരുടെ സിനഗോഗിൽ തന്നെ വന്നിട്ട് പറയുകയാണ്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ കഠിനാധ്വാനത്തെക്കുറിച്ചല്ല, മറിച്ച് ഈ ഫരിസേയരും നിയമജ്ഞരും നൽകിക്കൊണ്ടിരിക്കുന്ന നിയമത്തിൻ്റെ കർക്കശതയിലൂടെ ശിക്ഷിക്കപ്പെടുന്ന ഒരു തത്വത്തിലൂടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ ഭാരം. ഇതല്ലേ ഇന്നും നമ്മളെ വിഷമിപ്പിക്കുന്നത്. കൽപ്പന നമുക്ക് പാലിക്കാൻ പറ്റുന്നില്ല, എന്നാൽ ഇത് പാലിക്കണം, പാലിച്ചില്ലെങ്കിൽ നീ ശിക്ഷിക്കപ്പെടും എന്ന് മറ്റുള്ളവർ നമ്മളുടെ മേൽ
പ്രബോധനം നടത്തുന്ന ആ ഫരിസേയ മനോഭാവത്തിനെതിരായിട്ടാണ് ഈശോ പറയുന്നത്, നിങ്ങളുടെ അധ്വാനം, നിങ്ങളുടെ കഷ്ടതകളും നിങ്ങളുടെ ആ ഭാരവും എനിക്ക് തരിക. ഞാൻ നിങ്ങളുടെ പാപത്തിന് പരിഹാരം ചെയ്യാം. ഞാൻ നിങ്ങളുടെ പാപം ഏറ്റെടുക്കാം. ഞാനാണ് പാപം ഏറ്റെടുക്കുന്നവൻ. അങ്ങനെ ഞാൻ നിങ്ങളുടെ പാപങ്ങൾ ഏറ്റെടുക്കുമ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ഉണ്ടാകും. അതാണ് രക്ഷയുടെ കാതലായിട്ടുള്ള രഹസ്യം. അതുകൊണ്ടാണ് നമ്മളെന്നും പ്രാർത്ഥിക്കുന്നത്, ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ ചെമ്പരിയാട്ടിൻകുട്ടിയായ ഈശോ തമ്പുരാനെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന എന്ന് പറഞ്ഞാൽ ആദിമാതാപിതാക്കൾ മുതലുള്ള സകല പാപത്തിനും പരിഹാരം ചെയ്യുന്ന യേശു ക്രിസ്തു സുവിശേഷ കാലഘട്ടങ്ങളിൽ അത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. മത്തായി, മർക്കോസ്, ലൂക്ക, യോഹന്നാന്റെ സുവിശേഷം എഴുതുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്ന സമയം ഈ പീഠാനുഭവത്തിന് മുൻപുള്ള സമയമാണ്. എന്നാൽ നമ്മൾ ജീവിക്കുന്ന സമയം ഈ യേശു ക്രിസ്തു ആ പീഡ സഹിച്ചുകൊണ്ട് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇതാണ് സദ്വാർത്ത. നമ്മൾ ഈ സദ്വാർത്തയുടെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ബൈബിളിൻ്റെ ഈ രണ്ട് വാക്യം നമ്മൾ മനസ്സിലാക്കണം, ക്രോണോസ് ആൻഡ് കൈറോസ്. ക്രോണോസ് എന്നത് പഴയ നിയമത്തിൻ്റെ ആ കാലഘട്ടമാണ്. ആ പഴയ നിയമ കാലഘട്ടത്തിൽ പാപത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിലും അവിടെയും ഒളിഞ്ഞിരിക്കുന്ന രക്ഷകനുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നില്ല. എന്നാൽ പുതിയ നിയമത്തിൽ ഇതാ രക്ഷകൻ വന്നു കഴിഞ്ഞിരിക്കുന്നു. സ്നേഹമുള്ളവരെ, അപ്പോൾ നമ്മൾ പാപത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ദൈവത്തിന് പാപികളോടുള്ള കാരുണ്യം യേശുക്രിസ്തുവിൽ വെളിപ്പെടുത്തപ്പെട്ടതാണ് സുവിശേഷം എന്ന് മനസ്സിലാക്കണം. ഈശോയുടെ സുവിശേഷ പ്രഘോഷണ കാലഘട്ടത്തിൽ ഈ പാപവും കരുണയും തമ്മിലുള്ള വലിയ ഒരു മൽപ്പിടുത്തമാണ് നമ്മൾ കാണുന്നത്. ഇത് ഇന്നും നമ്മളിൽ നിലനിൽക്കുന്നു. വ്യക്തിപരമായി നമ്മൾ ഓരോരുത്തരിലും നിലനിൽക്കുന്നു. നമ്മൾ കൽപ്പനകൾ പാലിക്കണം, തീർച്ചയായിട്ടും. എന്നാൽ കൽപ്പനകൾ പാലിക്കാൻ നമുക്ക് ശക്തിയില്ല. കൽപ്പനകൾ പാലിക്കാൻ നമുക്ക് ശക്തി കിട്ടുന്നത് പരിശുദ്ധാത്മാവിലൂടെയാണ്. ആ പരിശുദ്ധാത്മാവിന് നൽകുന്നത് യേശുക്രിസ്തുവിൻ്റെ പീഠാനുഭവത്തിലൂടെയും യേശുക്രിസ്തു നമ്മുടെ പാപത്തിന് പരിഹാരം ചെയ്യുന്നതിലൂടെയാണ്. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. അമ്മമാരോടാണ് ഈ ചോദ്യം ആദ്യമായിട്ട്. നമ്മുടെ വീടുകളിൽ അമ്മമാർക്കും അപ്പന്മാർക്കും ഒരു പ്രത്യേകത നമുക്ക് മനസ്സിലാക്കണം. മക്കളോടുള്ള സ്നേഹത്തിൽ അമ്മമാർക്ക് വളരെ വലിയ വാത്സല്യമാണ്. അത്രയും അപ്പന്മാർക്കുണ്ടാകണമെന്നില്ല. അതുകൊണ്ടാണ് ബൈബിളിൽ പറയുന്നത്, പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. മുലയൂട്ടുന്ന അമ്മ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. അപ്പൻ പെറുന്നില്ല, മുലയൂട്ടുന്നില്ല. അപ്പൻ്റെ വാത്സല്യം അമ്മയുടെ വാത്സല്യം തമ്മിൽ വ്യത്യാസമുണ്ട്. ഇതാ ഒരു ഉദാഹരണം. ഇതാണ്, അമ്മമാരെ, നിങ്ങളുടെ മകൻ, ഒരു 20 വയസ്സായ ഒരു മകനെന്ന് ഉദ്ദേശിക്കാം. അവനൊരു വലിയ തെറ്റ് ചെയ്തു. അവനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അവനിപ്പോൾ ജയിലിൽ കിടക്കുകയാണ്. എന്താ നിങ്ങളുടെ മനസ്സിലിപ്പോൾ? വേദനയുണ്ടോ ഇല്ലയോ? തീർച്ചയായിട്ടും വളരെ വലിയ വേദനയാണ്. അവനെ പോലീസ് അറസ്റ്റ് ചെയ്തു, അവൻ തെറ്റ് ചെയ്തു, അവനെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നറിഞ്ഞപ്പോൾ മുതൽ അമ്മ കരച്ചിലോട് കരച്ചിൽ. അമ്മ ഭക്ഷണം കഴിക്കുന്നില്ല. ഇതാ തലചുറ്റി വീഴുന്നു. ഇതാ കിടന്ന് കരയുകയാണ്. അയ്യോ, എൻ്റെ മോനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞു. എൻ്റെ മോനെ എങ്ങനെയെങ്കിലും നിങ്ങൾ പോയിട്ട് ജയിലിൽ നിന്ന് കൊണ്ടുപോവാ. അപ്പോൾ അപ്പം പറയാണ്, അവനങ്ങനെ ചുമ്മാ ഒന്നും കൊണ്ടുവരാൻ പറ്റില്ല. അതിന് കുറേ പൈസ കെട്ടിവെക്കണം. എന്തു വേണമെങ്കിലും ചെയ്ത എൻ്റെ താലിമാല കൊണ്ടുപോയി കെട്ടിവെക്കി. എൻ്റെ താലിമാല വിറ്റ് അതിനുവേണ്ടി മോചനദ്രവ്യം അടക്കി. ഈ വാക്ക് ശ്രദ്ധിക്കണം, മോചനദ്രവ്യം. സ്നേഹമുള്ളവരെ, ഈ അമ്മ ഇപ്പം എന്താ പറയുന്നത്? എൻ്റെ മകനെ ശിക്ഷിക്കല്ലേ, എൻ്റെ മകൻ തെറ്റ് ചെയ്തെങ്കിലും അതിനുവേണ്ടി എന്ത് പരിഹാരവും വേണമെങ്കിൽ ഞാൻ ചെയ്തോളാം. അവനെ ശിക്ഷിക്കരുതേ, എൻ്റെ മകനെ വെറുതെ വിടണേ. ഈ കരച്ചിലാണ് ദൈവത്തിൻ്റെ ഹൃദയം. ഇതാണ് ദൈവത്തിൻ്റെ കരുണ. ഇതാണ്
പിതാവായ ദൈവം നമ്മൾ ഓരോരുത്തരുമാകുന്ന മക്കൾ പാപം ചെയ്ത് പാപത്തിന്റെ അടിമത്വത്തിൽ കഴിഞ്ഞുകൊണ്ട് പാപത്തിന്റെ ക്രൂരമായ ബന്ധനത്തിൽ കഴിയുമ്പോൾ ദൈവം തമ്പുരാൻ തൻ്റെ പുത്രനെ മോചനദ്രവ്യമായി അയച്ചുകൊണ്ട് ആ മോചനദ്രവ്യം തന്നെയായ യേശുക്രിസ്തു തൻ്റെ ശരീരവും രക്തവും തൻ്റെ ജീവനും നൽകിക്കൊണ്ട് നമ്മളെ പാപത്തിൽ നിന്നും രക്ഷിക്കുകയാണ് ചെയ്തത്. ഇതാണ് രക്ഷയുടെ രഹസ്യം. യേശു രക്ഷകൻ എന്ന് നമ്മൾ പലപ്പോഴും പറയുന്നുണ്ടെങ്കിലും എന്താണ് യേശുക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്തത്? എന്തുകൊണ്ട് വീണ്ടും പാപം നമ്മളിൽ നിന്ന് വിട്ടു പോകുന്നില്ല? പാപം നമ്മളിൽ നിന്നും വിട്ടുപോകാത്തതിൻ്റെ കാരണം നമ്മളുടെ ഈ അമ്മയ്ക്കുള്ള മനോഭാവം നമ്മൾ ദൈവത്തിനുണ്ട് എന്ന് നമ്മൾ അറിയുന്നില്ല. ഇനി ഞാനിത് പല അപ്പന്മാരോടും ചോദിച്ചിട്ടുണ്ട്, എന്താ അപ്പൻ്റെ അഭിപ്രായം? അവനെ വെറുതെ വിടണോ? ചില അപ്പന്മാരുമല്ല, അവനവിടെ കിടക്കട്ടെ, അവൻ 2 ദിവസം അവിടെ കിടക്കട്ടെ, അവൻ തെറ്റ് ചെയ്തെങ്കിൽ അവൻ ശിക്ഷ കിട്ടണം. ഉപ്പ് തിന്നുന്നവൻ വെള്ളം കുടിക്കും. അവനോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് അങ്ങനെ ചെയ്യരുത്. 1 പ്രാവശ്യം പറഞ്ഞു, 2 പ്രാവശ്യം പറഞ്ഞു, ഇനി അവൻ ചെയ്യുകയാണെങ്കിൽ അവന് കിട്ടണം 2. ഇതാണ് നമ്മുടെ മാനുഷികമായ ബോധ്യം, ഇതാണ് മനുഷ്യനീതി. എന്നാൽ ഇതല്ല ദൈവനീതി. ദൈവനീതി പറയുന്നത് 70 പ്രാവശ്യം അവനോട് ക്ഷമിക്കും. 99 നല്ല ആടുകളെയും മരുഭൂമിയിൽ വിട്ടിട്ട് വഴിതെറ്റിപ്പോയ ഒന്നിനെ അന്വേഷിച്ചു പോകുന്ന ദൈവം, അതാണ് ദൈവത്തിൻ്റെ നീതി. അങ്ങനെ വഴിതെറ്റിപ്പോയി അവിടെ കുടുങ്ങിൽ കിടക്കുന്ന ആടിനെ ഇതാ ഇടയൻ ചെന്നുകൊണ്ട് കയ്യിലേന്തിക്കൊണ്ട് ആ ആടിനെ വളക്കാൻ വയ്യ, ബലഹീനതയാണ്, ആടിനെ തോളിലേന്തിക്കൊണ്ട് വരുന്ന സ്നേഹമാണ്. അതാണ് പാപത്തിൻ്റെ മോചനത്തിലൂടെ ദൈവം പാപമോചനത്തിലൂടെ നമുക്ക് നൽകുന്നത്. അവിടെയാണ് ദൈവത്തിൻ്റെ നീതി. നമ്മുടെ പാപങ്ങളിൽ നിന്നും നമ്മളെ മോചിപ്പിക്കുന്നത് നമ്മുടെ ശക്തിയിലൂടെ അല്ല. ആ 99നെയും മരുഭൂമിയിൽ വിട്ടിട്ട് വഴിതെറ്റിപ്പോയ ആ ആടിനെ അതിന് ശരിയായ വഴിയിലേക്ക് വരാൻ സാധിക്കാത്ത അവസ്ഥ, അതൊരു കുഴിയിൽ കിടക്കുകയാണ്, ആ കുഴിയിൽ നിന്നും കയറാൻ സാധിക്കാത്ത അവസ്ഥ. അതാണ് മനുഷ്യൻ പാപം മൂലം ബലഹീനമായി കഴിയുമ്പോഴുള്ള എല്ലാ മനുഷ്യരുടെയും അവസ്ഥ. സ്നേഹമുള്ളവർ, ഈ അവസ്ഥയെ മനുഷ്യർക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ ദൈവം ഇത് മനസ്സിലാക്കുന്നു. ഇതാണ് സുവിശേഷത്തിൻ്റെ മർമ്മം. സുവിശേഷത്തിൽ, അതായത് മത്തായി, മർക്കോസ്, ലൂക്ക, യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ ഉള്ള പ്രധാന തത്വം ഇതാണ്. ഇത് ഈ ബൈബിളിലെ മറ്റ് പുസ്തകങ്ങളിൽ ഒന്നും ഇല്ല. ഇത്രയും വ്യത്യാസം ബൈബിളിലുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് പഴയ നിയമത്തിൽ എങ്ങുമില്ല. അതുകൊണ്ടാണ് ഈശോ പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള വ്യത്യാസമാണ് ആദ്യം തന്നെ പഠിപ്പിക്കുന്നത്. നിങ്ങൾ കേട്ടിട്ടില്ലേ, ശത്രുക്കളെ വെറുക്കുക, എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുക. അതാണ് പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള വ്യത്യാസം. നമ്മുടെ പാപമോചനത്തിന് ഏറ്റവും ആവശ്യമായിരിക്കുന്ന ഒരറിവ് ഈ സുവിശേഷം എന്താണെന്നുള്ള അറിവാണ്. ഈശോ പറഞ്ഞു, രാജ്യത്തിൻ്റെ ഈ സുവിശേഷം ലോകം മുഴുവൻ പ്രഘോഷിക്കപ്പെടും എന്ന് പറയുന്നത് ഈ പാപിയെ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ കരുണയാണ്. പാപിയെ ദൈവം സ്നേഹിക്കുന്നു. എന്നിൽ വിശ്വസിക്കുന്നവന് ശിക്ഷാവിധി ഇല്ല. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ശിക്ഷ ഞാൻ ഏറ്റെടുക്കും. ഇത് മനസ്സിലാക്കുക അത്ര എളുപ്പമല്ല. എന്നാൽ പരിശുദ്ധാത്മാവിലൂടെ നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കും. ഇതാ ഈശോ മത്തായിയുടെ സുവിശേഷത്തിൽ മലയിലെ പ്രസംഗത്തിലെ പ്രധാന വിഷയം ഇതായിരുന്നു. ഈശോ പറയുകയാണ്, നിയമത്തെയോ പ്രവാചകന്മാരെയോ, 5-ാം അധ്യായം 17 മുതൽ, നിയമത്തെയോ പ്രവാചകന്മാരെയോ അസാധുവാക്കാനല്ല ഞാൻ വന്നിരിക്കുന്നത്, പൂർത്തിയാക്കാനാണ്. കണ്ടോ, ആരാണ് നിയമത്തെ പൂർത്തിയാക്കുന്നത്? യേശുക്രിസ്തുവാണ്. മനുഷ്യൻ്റെ ശക്തിയിലൂടെ അവന് നിയമത്തെ പൂർത്തിയാക്കാൻ സാധ്യമല്ല. നിയമത്തെ പൂർത്തിയാക്കണമെങ്കിൽ അവൻ സ്വയം അധ്വാനിക്കണമെന്ന ഒരു തത്വം കൊണ്ടുവന്നിരിക്കുന്ന ഫരിസേയരും നിയമജ്ഞരുടെയും പ്രബോധനം ആണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ നിങ്ങൾ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്നാണ് 19-20 വചനത്തിൽ പറയുന്നത്. നിങ്ങളുടെ നീതി നിയമജ്ഞരുടെയും ഫരിസേയരുടെയും നീതിയെ അതിശയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. എന്താണ് നിയമജ്ഞരുടെയും ഫരിസേയരുടെയും നീതി?
അതാണ് പൗലോസ്ലീഹയുടെ ലേഖനങ്ങളിലെല്ലാം പറയുന്നത്, നിയമത്തെ അനുഷ്ഠിക്കുക എന്നത്, നിയമത്തെ സ്വന്തം ശക്തിയിലൂടെ അനുഷ്ഠിക്കുക എന്നുള്ളത്. സ്നേഹമുള്ളവരെ, അപ്പോൾ നമ്മളിൽ കുടികൊള്ളുന്നത്, നമ്മളിൽ യേശുക്രിസ്തു ഉണ്ട്. ദൈവരാജ്യത്തിലാണ് നമ്മൾ. വിശ്വാസികളായ നമ്മൾ ദൈവരാജ്യത്തിലാണ്. പക്ഷേ ദൈവരാജ്യത്തിനെതിരായ ഒരു നീതി നമ്മളിൽ സ്വാധീനം പുലർത്തുന്നു. ഇവിടെയാണ് ഇന്നത്തെ സഭയിലുള്ള, ഇന്നത്തെ ക്രൈസ്തവ സമൂഹത്തിലുള്ള ഒരു ക്രൈസിസ്. നമ്മൾ ഷാലോം ടെലിവിഷൻ കാണുന്നു, എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നു, അല്ലെങ്കിൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നു. ഇതൊക്കെ ഉണ്ടെങ്കിലും നമ്മളിലുള്ള പാപത്തെ ഉന്മൂലനം ചെയ്യാൻ ഇതിനൊന്നും സാധിക്കുന്നുണ്ടോ? എന്തുകൊണ്ട് സാധിക്കുന്നില്ല? ഈ ഒരു പ്രധാന രഹസ്യത്തെ നിങ്ങൾ മുറുക്കെ പിടിക്കുവിൻ. സുവിശേഷം നമ്മളോട് പറയുന്നത്, നമ്മുടെ പാപത്തിനെ നമ്മുടെ സ്വന്തം ശക്തിയിലൂടെ പരിഹാരം ചെയ്യുക സാധ്യമല്ല. അങ്ങനെയെങ്കിൽ യേശുക്രിസ്തു വരേണ്ട ആവശ്യമുണ്ടായിരുന്നോ? സിമ്പിൾ. മോശയുടെ നിയമം വെച്ചുകൊണ്ട് അതനുസരിച്ച് ജീവിച്ചാൽ പോരായിരുന്നോ? യേശുക്രിസ്തു എന്തിനു വന്നു? മോശയുടെ നിയമം മതിയായിരുന്നില്ലേ? മോശയുടെ നിയമത്തിനെ നമ്മളെ സ്വതന്ത്രരാക്കാൻ സാധ്യമല്ല. നിയമം അതിൽ തന്നെ പാപത്തെക്കുറിച്ചുള്ള ബോധ്യമേ നൽകുന്നുള്ളൂ എന്നാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 20-ാം വചനത്തിൽ പറയുന്നു. 21-ാം വചനത്തിൽ പറയുന്നത് ഇതാണ്: ഇതാ ഇപ്പോൾ നിയമത്തിലൂടെ അല്ലാതെ ദൈവത്തിൻ്റെ നീതി പുറത്തു വന്നിരിക്കുന്നു. അതാണ് യേശുക്രിസ്തു. യേശുക്രിസ്തു ദൈവത്തിൻ്റെ നീതിയാണ്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ആദ്യം നിങ്ങൾ ആ നീതി അന്വേഷിക്കുവിൻ, ആദ്യം നിങ്ങൾ ആ സ്വർഗരാജ്യം അന്വേഷിക്കുവിൻ, അപ്പോൾ ബാക്കിയുള്ളവയെല്ലാം നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കപ്പെടും എന്ന് പറയുന്നത്. ദൈവരാജ്യവും ദൈവത്തിൻ്റെ നീതിയും എന്ന് പറയുന്നത് മനുഷ്യൻ്റെ സ്വന്തം പ്രയത്നത്തിലൂടെ അല്ലാതെ ദൈവത്തിൻ്റെ പീഠാനുഭവത്തിലൂടെയും യേശുക്രിസ്തുവിൻ്റെ പീഠാനുഭവത്തിലൂടെയും കുരിശുമരണത്തിലൂടെയും രക്തത്തിലൂടെയും നൽകുന്ന ഒരു നീതി. ആ രക്തത്തിലൂടെ നൽകുന്ന നീതി ഏതെങ്കിലും മനുഷ്യന് സാധിക്കുമോ? ദൈവം തൻ്റെ രക്തം ചൊരിഞ്ഞുകൊണ്ട് നൽകിയിരിക്കുന്ന ഈ നീതി നമ്മൾക്ക് നൽകപ്പെട്ടിരിക്കുന്നത് സൗജന്യമായിട്ടാണ്, ഗ്രാറ്റിസ്. ഈ സൗജന്യമായിട്ട് നൽകിയിരിക്കുന്ന നീതിയിൽ നമ്മൾ വിശ്വസിക്കണം. നമ്മൾക്കുള്ളൊരു പ്രശ്നം, അവനോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്, അവനെന്താ അനുസരിക്കാത്തത്, അവൻ 2 കൊടുക്കണം. ഈ നീതി അല്ല ദൈവത്തിൻ്റെ നീതി. ദൈവത്തിൻ്റെ നീതി, എടാ മാനെ, നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്, നിനക്ക് സ്വയമേവ നിന്റെ ഈ പാപത്തിൽ നിന്ന് വിമോചനം സാധ്യമല്ല എന്നും നീ ഒന്ന് കർത്താവേ ഈശോമിശിഹായെ വിളിക്ക്, നീ ഒന്ന് യേശുവേ എന്നൊന്ന് വിളിക്ക്. യേശു നിന്നെ ഇപ്പൊ നിന്റെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കും. അതാണ് ആ നല്ല കള്ളൻ. ജീവിതകാലം മുഴുവനും പാപത്തിൽ ജീവിച്ച നല്ല കള്ളൻ കുരിശിൽ കടന്ന് പിടയുമ്പോൾ കർത്താവിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, കർത്താവേ യേശുവേ, അങ്ങയുടെ രാജ്യത്ത് വരുമ്പോൾ എന്നെയും കൂടി ഓർക്കണമേ. ഉടനെ ഈശോ പറഞ്ഞു, ഇന്ന് നീ എൻ്റെ കൂടെ പറുദീസയിലായിരിക്കും. ഈ നല്ല കള്ളനെ കുറിച്ച് വിശുദ്ധ കുർബാനയിൽ പറയുന്നുണ്ട്. വിശുദ്ധ കുർബാന സ്വീകരണം കഴിഞ്ഞിട്ടുള്ള പ്രാർത്ഥനയിൽ പറയുന്നത് ഇതാണ്: വിശ്വാസപൂർവ്വം ഞങ്ങൾ സ്വീകരിച്ച ഈ ദിവ്യ രഹസ്യങ്ങൾ ഞങ്ങളുടെ ശിക്ഷാവിധിക്ക് കാരണമാകാതെ ഞങ്ങളുടെ പാപങ്ങളും കടങ്ങളും പുറത്ത് നല്ല കള്ളനോടൊപ്പം ഞങ്ങളെ സ്വർഗരാജ്യത്തിൽ പ്രവേശിപ്പിക്കണമേ. നല്ല കള്ളൻ ഒരു പാപിയായ, ഏറ്റവും വലിയ പാപിയുടെ ഉദാഹരണമാണെങ്കിൽ, ആ നല്ല കള്ളന് വേണ്ടി കൂടിയാണ് യേശുക്രിസ്തു കുരിശിൽ ബലിയർപ്പിച്ചതും അവൻ്റെ സകല തിന്മകൾക്കും പരിഹാരം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അവൻ ഇത്രേ പറഞ്ഞുള്ളൂ, എന്നെയും കൂടി ഒന്ന് ഓർത്തേക്കണേ. അപ്പം അവൻ യേശുവിൽ വിശ്വസിക്കുന്നു. മാത്രമല്ല, അവൻ്റെ പ്രവൃത്തിയിലൂടെ അവന് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല എന്ന് വിശ്വസിക്കുന്നു. സ്നേഹമുള്ളവരെ, ഈ ധ്യാനത്തിൽ ഇതിൻ്റെ സമാപ്തിയിലേക്ക് നമ്മൾ നാളെ വരികയാണ്. പരിശുദ്ധാത്മാവിൻ്റെ നിറവിലേക്ക് നമ്മൾ വരുമ്പോൾ, ഇന്നും നമ്മൾ ഈ ആരാധനയിൽ, ഈ തുറന്നുള്ള സമയങ്ങളിൽ ഹൃദയം നൊന്ത് ഹൃദയത്തിൽ പൂർണ്ണമായി മനസ്സിലാക്കേണ്ടത്, പശ്ചാത്തപിക്കേണ്ടത് നമ്മുടെ പാപത്തെക്കുറിച്ച് മാത്രമല്ല. ഓ ദൈവമേ, നീ എനിക്ക് വേണ്ടി രക്തം ചിന്തിയിട്ടും ഞാൻ നിന്നെ അറിഞ്ഞില്ലല്ലോ എന്നതാണ്. നീ എനിക്ക് വേണ്ടി രക്തം ചിന്തിയിട്ടും ഞാൻ നിന്നെ അറിഞ്ഞില്ലല്ലോ. ഭൂലോകപാപം നീക്കുന്ന ദൈവത്തിൻ്റെ ദിവ്യ ചെമ്മരിയാട്ടിൻ കുട്ടിയായി ഈശോ തമ്പുരാനെ,
എന്ന് ഞാൻ 100 പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ എന്നിൽ തന്നെ ആശ്രയിക്കുന്നു എൻ്റെ പാപത്തെ അകറ്റാൻ. ഞാൻ ഫരിസേയനെ പോലെ മറ്റുള്ളവരുടെ പാപത്തെ നോക്കി അവനെ വിധിക്കുന്നു, മറ്റുള്ളവരെ പുച്ഛിക്കുന്നു. എൻ്റെ കണ്ണിലെ തടിക്കഷ്ണമിരിക്കെ മറ്റുള്ളവരുടെ കണ്ണിലെ തുരുമ്പ് മാറ്റാൻ ഞാൻ പരിശ്രമിക്കുന്നു. ഈശോ കൃത്യമായി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇതാണ്: നീ വിധിക്കുമ്പോൾ നിന്നെ തന്നെയാണ് വിധിക്കുന്നത്. ഇതാണ് ഫരിസേയൻ്റെ അവസ്ഥ. ഫരിസേയർ മനുഷ്യരുടെ പാപങ്ങളെ അന്വേഷിച്ച് കണ്ടുപിടിച്ചുകൊണ്ട് അവരെ പരസ്യമായി അവഹേളിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുമ്പോൾ യേശു കാണിച്ചു തരികയാണ്, ഇതാ ഒരു സ്ത്രീ, പാപിനിയായ സ്ത്രീയെ അവർ പ്രൂഫ് സഹിതം പിടിച്ചുകൊണ്ട് ഇവളെ പാപം ചെയ്തുകൊണ്ടിരിക്കെ ഇവളെ ഞങ്ങൾ കൈയോടെ തൊണ്ടി സഹിതം പിടിച്ചിരിക്കുന്നു, ഇവളെ ഞങ്ങളുടെ നിയമപ്രകാരം കല്ലെറിഞ്ഞ് കൊല്ലണം എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നപ്പോൾ യേശു മൗനം പാലിക്കുകയാണ്. ഇതാണ് ഏശയ്യാ പ്രവചനത്തിൽ പറയുന്നത്: എൻ്റെ ദാസനെ പോലെ അന്ധനായ ആരുണ്ട്, എൻ്റെ ദാസനെ പോലെ ബധിരനായ ആരുണ്ട്. യേശു ആകുന്ന ദൈവദാസനായ കർത്താവ് ഈശോ മിശിഹ പാപികളുടെ പാപത്തെ കാണുന്നില്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം ഞാൻ വന്നിരിക്കുന്നത് അവരുടെ പാപത്തെ മുഴുവൻ ഏറ്റെടുക്കാനാണ്. ഞാൻ അതിൻ്റെ കണക്കും വെച്ചുകൊണ്ടിരിക്കാനല്ല വന്നിരിക്കുന്നത്, അതിൻ്റെ കണക്ക് നോക്കി അവരെ കല്ലെറിയാനല്ല വന്നിരിക്കുന്നത്, അവരെ അവരുടെ പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ ദാസനെ പോലെ അന്ധനായ ആരുണ്ട്, എൻ്റെ ദാസനെ പോലെ ബധിരനായ ആരുണ്ട്? ഏശയ്യാ 42-ാം അധ്യായത്തിലെ 18-ഉം 19-ഉം വചനങ്ങളിൽ പറയുന്നത് ഇതാണ്: കർത്താവ് ഈശോ മിശിഹ നമ്മുടെ പാപങ്ങളെ നോക്കിയിട്ട് അതിനെ എണ്ണി നമ്മളെ കുറ്റപ്പെടുത്തുകയല്ല, മറിച്ച് കരുണയോടെ കാണുകയാണ്. ഇതാ ഈ കല്ലെറിയാൻ വന്നിരിക്കുന്ന അവരോട് കർത്താവ് പറയുകയാണ്, നിങ്ങളിൽ പാപം ചെയ്യാത്തവൻ അവളെ കല്ലെറിയട്ടെ. ഈ വചനം അവരുടെ ഹൃദയത്തെ സ്പർശിച്ചു. നിങ്ങളിൽ പാപം ചെയ്യാത്തവൻ അവളെ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവളുടെ പാപത്തെ നോക്കിയിരുന്ന ആ ഫരിസേയർ ഇതാ അവരവരുടെ പാപത്തിലേക്ക് മനസ്സുകൊണ്ടു. അപ്പോൾ അവർക്ക് പശ്ചാത്താപമുണ്ടായി, അവർക്ക് മാനസാന്തരമുണ്ടായി. ഇതാ കല്ലെറിഞ്ഞ് കൊല്ലുക എന്ന ഭയാനകമായ കൊലപാതകം ചെയ്യാൻ വന്നിരിക്കുന്ന അവർക്ക് അത് ചെയ്യാൻ പറ്റാതെ അവരുടെ കൈകൾ തളർന്ന് ആ കല്ലുകൾ താഴെ വീണ് അവർ ഇതാ പിന്തിരിഞ്ഞു പോവുകയാണ്. ഇതാണ് യേശു നമുക്ക് നൽകുന്ന നീതി. പാപം ചെയ്യാൻ സാധിക്കാത്ത സാധവരം, അവർ പാപം ചെയ്യാൻ കരുതിക്കുട്ടി വന്നവർക്ക് അത് പാപം ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥ നൽകിക്കൊണ്ട് യേശു അവരെ രക്ഷിക്കുന്നു. നമുക്ക് അത്തരത്തിലുള്ളൊരു ശക്തിയാണ് യേശു തരുന്നത്. നമ്മുടെ പാപത്തിന് പരിഹാരം മാത്രമല്ല, നമ്മുടെ പാപത്തെ നീതീകരിക്കുക മാത്രമല്ല, നമ്മുടെ പാപത്തെ ക്ഷമിക്കുക മാത്രമല്ല, പാപം ചെയ്യാൻ സാധിക്കാത്ത പ്രസാദവരത്തിൻ്റെ ശക്തി നമ്മിലേക്ക് കർത്താവ് നൽകും. സ്നേഹമുള്ളവരെ, തുടർന്നുള്ള ആരാധനയിൽ നമുക്ക് ഈ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവേ, മാനവരക്ഷകനേ, നരനു വിമോചനമേകിടുവാൻ നരനായി വന്നു പിറന്നവനേ, മിശിഹാ കർത്താവേ. മാലാഖമാരൊത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ, മാലാഖമാരൊത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ, നീ പരിശുദ്ധൻ, പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ, നീ പരിശുദ്ധൻ, മിശിഹാ കർത്താവേ. സ്നേഹമുള്ളവരെയും, നമ്മുടെ വിശുദ്ധി, നമ്മുടെ പാപങ്ങളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് നമ്മളെ വിശുദ്ധീകരിക്കുന്ന ഈശോ
ഇതാ നമ്മുടെ മുമ്പിൽ. നമ്മൾ പാപം ചെയ്യാൻ സാധിക്കാത്തവരാക്കി മാറ്റുന്ന, നമ്മൾ പാപിനിയായ സ്ത്രീയെ കല്ലെറിയാൻ വന്നവരുടെ അടുത്ത് ഈശോ മൗനമായിട്ട് ഇരുന്നു. യെശയ്യായുടെ വചനങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ട്, എൻ്റെ ദാസനെ പോലെ അന്ധനായ ആരുണ്ട്? എൻ്റെ ദാസനെ പോലെ ബധിരനായ ആരുണ്ട്? കർത്താവിൻ്റെ ദാസനായ ഈശോ നമ്മുടെ പാപങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കുന്നു, ചെവി അടയ്ക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് വന്നിരിക്കുന്നത് നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്ത് അതിന് പരിഹാരം ചെയ്ത് തൻ്റെ ജീവൻ നമുക്ക് വേണ്ടി മോചനദ്രവ്യമായി നൽകിക്കൊണ്ട് പാപത്തെയും പാപത്തിൻ്റെ ശിക്ഷയെയും പാപത്തിൻ്റെ ശാപത്തെയും എന്നേക്കുമായി മനുഷ്യവംശത്തിൽ നിന്നും ഉന്മൂലനം ചെയ്യുന്നതിനാണ് വന്നിരിക്കുന്നത്. കല്ലെറിയാൻ വന്ന, കൊലപാതകം ചെയ്യാൻ വന്ന ഫരിസേയർക്ക് അത് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അവരിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധി ഒഴുകി. ആ ഈശോയെ നമുക്ക് ആരാധിക്കാം. ദൈവം പരമപരിശുദ്ധനാണ്. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്കു വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമേ, പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട്, ആരാധിച്ചുകൊണ്ട്, ആ പരിശുദ്ധിയിൽ ലയിച്ചുകൊണ്ട് പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്കു വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഓ യേശുവേ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടുവെന്നും
അങ്ങ് ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ. ഓ യേശുവേ, അങ്ങ് ഗെത്സമനിയിൽ വാവിട്ട് കരഞ്ഞു, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്നെടുത്ത് മാറ്റണമേ, എങ്കിലും എൻ്റെ ഹിതമല്ല. ഓ യേശുവേ, ഗെത്സമനിയിൽ വെച്ച്, ആ ഒലിവുമലയിൽ വെച്ച് അങ്ങ് രക്തം വിയർത്തത് യെശയ്യാ 53 പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മുടെ അകൃത്യങ്ങൾ ദൈവം അവൻ്റെ മേൽ ചുമത്തി, നമ്മുടെ പാപങ്ങൾ ദൈവം അവൻ്റെ മേൽ ചുമത്തി. അവൻ വേദനിക്കണം എന്നത് അവിടുത്തെ ഹിതമായിരുന്നു. അവിടെ നിന്നാണ് അവന് ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുത്തത്. അവൻ്റെ ക്ഷതങ്ങളാൽ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ദൈവമേ, ഇത് ഞങ്ങൾ ഒരിക്കൽ കൂടി വിശ്വസിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ പാപങ്ങൾ, ആദിമാതാപിതാക്കൾ മുതൽ ചെയ്ത പാപങ്ങൾ ഞങ്ങളിൽ രൂഢമൂലമായിട്ടുണ്ടെങ്കിലും അവയെല്ലാത്തിനും ഈശോ പരിഹാരം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു എന്ന കരുണയുടെയും രക്ഷയുടെയും നീതിയുടെയും രഹസ്യത്തെ ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട്, എന്നാൽ ഇതിലേക്ക് ഞങ്ങൾ പ്രവേശിക്കണമെങ്കിൽ ഇത് ഞങ്ങൾക്ക് അപ്രാപ്യമായൊരു പാറയാണ്. എന്നാൽ ആ പാറ, രക്ഷയുടെ പാറ, ആ വിമോചനത്തിൻ്റെ വലിയ ശക്തിയിലേക്ക് അങ്ങ് ഞങ്ങളെ കൈപിടിച്ചുയർത്തും. അതിനുവേണ്ടി ഞങ്ങളിതാ കരഞ്ഞു പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഈ ധ്യാനത്തിൻ്റെ 3-ാം ദിവസത്തിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്ന നാം എല്ലാവരും ഈ സങ്കീർത്തനകനോടൊപ്പം 61-ാം സങ്കീർത്തനമാണ് നമ്മളിവിടെ പാടുന്നത്. ഇത് പരിത്യക്തൻ്റെ നിലവിളിയാണ്. നമ്മൾ ഓരോരുത്തരുടെയും നിലവിളിയുടെ മാറ്റൊലിയാണ് ഈശോ ഗെത്സമനിയിൽ വെച്ച് നിലവിളിച്ച് ഉച്ചസ്വരത്തിൽ പ്രാർത്ഥിച്ചത്. ആ യേശുവിൻ്റെ നിലവിളിയോടൊപ്പം നമുക്കും നിലവിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കാം. ദൈവമേ, എൻ്റെ നിലവിളി കേൾക്കണമേ, എൻ്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. ഹൃദയം തകർന്ന ഞാൻ ഭൂമിയുടെ അതിർത്തിയിൽ നിന്നവിടുത്തോട് വിളിച്ചപേക്ഷിക്കുന്നു. എനിക്കപ്രാപ്യമായ പാറയിൽ എന്നെ കയറ്റി നിർത്തണമേ. ദൈവമേ, എൻ്റെ നിലവിളി കേൾക്കണമേ, എൻ്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. ഹൃദയം തകർന്ന ഞാൻ ഭൂമിയുടെ അതിർത്തിയിൽ നിന്നവിടുത്തോട് വിളിച്ചപേക്ഷിക്കുന്നു. എനിക്കപ്രാപ്യമായ പാറയിൽ എന്നെ കയറ്റി നിർത്തണമേ. ദൈവമേ, എൻ്റെ നിലവിളി കേൾക്കണമേ, എൻ്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. അങ്ങാണെൻ്റെ രക്ഷാകേന്ദ്രം, ശത്രുക്കൾക്കെതിരെയുള്ള സുശക്ത ഗോപുരം. അങ്ങാണെൻ്റെ രക്ഷാകേന്ദ്രം,
കേന്ദ്രം, ശത്രുക്കൾക്കെതിരെയുള്ള സുശക്ത ഗോപുരം. ഞാനങ്ങയുടെ കൂടാരത്തിൽ എന്നേക്കും വസിക്കട്ടെ. അങ്ങയുടെ ചിറകിൻ കീഴിൽ ഞാൻ സുരക്ഷിതനായിരിക്കട്ടെ. ദൈവമേ, അങ്ങന്റെ നേർച്ചകൾ സ്വീകരിച്ചു. അങ്ങയുടെ നാമത്തെ ഭയപ്പെടുന്നവർക്കുള്ള അവകാശം എനിക്കു നൽകി. ദൈവമേ, അങ്ങന്റെ നേർച്ചകൾ സ്വീകരിച്ചു. അങ്ങയുടെ നാമത്തെ ഭയപ്പെടുന്നവർക്കുള്ള അവകാശം എനിക്ക് നൽകി. രാജാവിന് ദീർഘായുസ് നൽകണമേ. അവന്റെ സംവത്സരങ്ങൾ തലമുറകളോളം നിലനിൽക്കട്ടെ. ദൈവസന്നിധിയിലവൻ എന്നേക്കും സിംഹാസനസ്ഥനായിരിക്കട്ടെ. അവിടുത്തെ കാരുണ്യവും വിശ്വസ്തതയും അവനെ കാത്തു സൂക്ഷിക്കട്ടെ. അപ്പോൾ ഞാൻ അവിടുത്തെ നാമത്തെ എന്നേക്കും പാടിപ്പുകഴ്ത്തും. അങ്ങനെ ഞാൻ എന്റെ നേർച്ച ദിനം തോറും നിറവേറ്റും. അപ്പോൾ ഞാൻ അവിടുത്തെ നാമത്തെ എന്നേക്കും പാടിപ്പുകഴ്ത്തും. അങ്ങനെ ഞാൻ എന്റെ നേർച്ച ദിനം തോറും നിറവേറ്റും. ദൈവമേ, എന്റെ നിലവിളി കേൾക്കണമേ. എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. ഹൃദയം തകർന്ന ഞാൻ ഭൂമിയുടെ അതിർത്തിയിൽ നിന്നവിടുത്തോട് വിളിച്ചപേക്ഷിക്കുന്നു. എനിക്കപ്രാപ്യമായ പാറയേ, എന്നെ കയറ്റി നിർത്തണമേ. നമുക്ക് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. എൻ്റെ രക്ഷകനായ യേശുവേ, എന്റെ രക്ഷകനായ യേശുവേ, ഞാൻ വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. അങ്ങ് അങ്ങ് എനിക്കായി എനിക്കായി ജീവൻ അർപ്പിച്ചുകൊണ്ട് ജീവൻ അർപ്പിച്ചുകൊണ്ട് അങ്ങയുടെ ജീവൻ അങ്ങയുടെ ജീവൻ എനിക്ക് നൽകിക്കൊണ്ട് എനിക്ക് നൽകിക്കൊണ്ട് പാപം മൂലം പാപം മൂലം മരിച്ച മരിച്ച എന്റെ മരണാവസ്ഥയെ എന്റെ മരണാവസ്ഥയെ അങ്ങ് ഏറ്റെടുത്തിരിക്കുന്നു. അങ്ങ് ഏറ്റെടുത്തിരിക്കുന്നു. മരണത്താൽ മരണത്താൽ അങ്ങയുടെ മരണത്താൽ അങ്ങയുടെ മരണത്താൽ പാപം മൂലമുള്ള പാപം മൂലമുള്ള എന്റെ മരണത്തിന്റെ മേൽ എന്റെ മരണത്തിന്റെ അങ്ങ് വിജയം നേടിക്കൊണ്ട് അങ്ങ് വിജയം നേടിക്കൊണ്ട് എന്റെ മരണത്തെ എന്റെ മരണത്തെ അങ്ങ് ഏറ്റെടുത്തുകൊണ്ട് ഏറ്റെടുത്തുകൊണ്ട് അങ്ങ് മരിച്ചുകൊണ്ട് അങ്ങ് മരിച്ചുകൊണ്ട് അങ്ങയുടെ ജീവൻ അങ്ങയുടെ ജീവൻ എനിക്ക് നൽകിയിരിക്കുന്നു. എനിക്ക് നൽകിയിരിക്കുന്നു. ആ ജീവൻ ആ ജീവൻ ഞാൻ സ്വീകരിക്കുന്നു. ഞാൻ സ്വീകരിക്കുന്നു. ആ ജീവനിൽ ആ ജീവനിൽ ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു. ആ ജീവനിൽ ആ ജീവനിൽ ഞാൻ ജീവിക്കുന്നു. ഞാൻ ജീവിക്കുന്നു. അതാണ് നിത്യജീവൻ. അതാണ് നിത്യജീവൻ. ഓ യേശുവേ, ഓ യേശുവേ, എനിക്ക് അപ്രാപ്യമായ എനിക്ക് അപ്രാപ്യമായ ആ നിത്യജീവനിലേക്ക് ജീവനിലേക്ക് അങ്ങ് എന്നെ ഉയർത്തിയിരിക്കുന്നു. അങ്ങ് എന്നെ ഉയർത്തിയിരിക്കുന്നു. ഞാൻ പശ്ചാത്തപിക്കുന്നു. ഞാൻ പശ്ചാത്തപിക്കുന്നു. എന്റെ പാപങ്ങളെ പ്രതി ഞാൻ വിലപിക്കുന്നു. എന്റെ പാപങ്ങളെ പ്രതി ഞാൻ വിലപിക്കുന്നു. നമുക്കൊരു നിമിഷം കണ്ണുകൾ അടച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ എല്ലാ തെറ്റുകളും ദൈവത്തിൻ്റെ കരുണാർദ്രമായ സ്നേഹത്തെ കണ്ടുകൊണ്ട്, ദൈവം തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, മറിച്ച് അവൻ മൂലം ലോകം രക്ഷിക്കപ്പെടുന്നതിനാണെന്നുള്ള
വിശ്വാസത്തിൽ പൂർണ്ണമായി ഉറയ്ക്കുക. അതോടൊപ്പം നമ്മുടെ പാപത്തെ പ്രതി പശ്ചാത്തപിക്കുക. പാപം ഭൂമിയിലേക്ക് വന്നത് ഉത്ഭവപാപത്തിലൂടെയാണെന്നും അതെല്ലാ മനുഷ്യരിലും പടർന്നിരിക്കുന്നുവെന്നും എന്നാൽ ദൈവത്തിൻ്റെ നീതി ഒരു മനുഷ്യനിലൂടെ വന്ന പാപത്തെ, ആ പാപം മൂലമുള്ള ശിക്ഷയെയും മാറ്റിക്കൊണ്ട് ഒരു മനുഷ്യൻ്റെ നീതിപൂർവമായ പ്രവൃത്തിയിലൂടെ എല്ലാവരെയും നീതീകരിക്കുന്ന ദൈവത്തിൻ്റെ നീതി ഇതാ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. നമുക്കൊന്ന് പശ്ചാത്തപിച്ചുകൊണ്ട്, ഓ ദൈവമേ, ഞാൻ വിശ്വസിക്കുന്നു, അതോടൊപ്പം എൻ്റെ പാപങ്ങളെ പ്രതി ഞാൻ പശ്ചാത്തപിക്കുന്നു. പ്രത്യേകിച്ച് പ്രമാണങ്ങൾ ലംഘിച്ചിട്ടുള്ള സമയങ്ങളെല്ലാം ദൈവത്തിന് കൊടുക്കേണ്ട ഒന്നാം സ്ഥാനം മറ്റെന്തിനെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനെ പ്രതി പശ്ചാത്തപിക്കുന്നു. പരസ്നേഹത്തെ പ്രതി, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക, ഞാൻ നിന്നെ സ്നേഹിച്ച പോലെ നീ സ്നേഹിക്കുക, ശത്രുക്കളെ പോലും സ്നേഹിക്കുക. ദൈവമേ, എനിക്കിത് ചെയ്യാൻ സാധിക്കാത്ത നിമിഷങ്ങളെ പ്രതി ഞാൻ പശ്ചാത്തപിക്കുന്നു. എന്നാൽ ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു, എനിക്കിത് സാധിക്കും. എൻ്റെ ശക്തിയിലൂടെ അല്ല, അങ്ങയുടെ കൃപയിലൂടെ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓ ദൈവമേ, എന്നിലുള്ള കോപ സ്വഭാവത്തെ, എന്നിലുള്ള വാശി വൈരാഗ്യത്തെ പ്രതി ഞാൻ പശ്ചാത്തപിക്കുന്നു. എൻ്റെ പാപങ്ങൾ എൻ്റെ കൺമുമ്പിലുണ്ട്, എങ്കിലും എനിക്കതിൽ നിന്നും വിടുതൽ കിട്ടുന്നില്ല, വിമോചനം കിട്ടുന്നില്ല. എന്നാൽ ഞാൻ പ്രത്യാശിക്കുന്നു, പുലരിയാകാൻ കാത്തിരിക്കുന്ന കാവൽക്കാരൻ അന്ധകാരത്തിൽ രാത്രിയിലാണ് ഇരിക്കുന്നതെങ്കിലും പുലരിയാകും എന്ന കൃത്യമായ ശക്തമായ ഉറപ്പുള്ളതുപോലെ എൻ്റെ പാപഭംഗിലമായ രാത്രിയിലാണ് ഞാൻ ഇരിക്കുന്നതെങ്കിലും എൻ്റെ ഈശോ എൻ്റെ പാപങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്നും എൻ്റെ ഈശോ എൻ്റെ പാപത്തിനെ ഉന്മൂലനം ചെയ്തു കഴിഞ്ഞിരിക്കുന്നുവെന്നും എൻ്റെ ഈശോയുടെ രക്തവും ശരീരവും സ്വീകരിക്കുന്ന ഞാൻ ശിക്ഷാവിധിക്ക് കാരണമാകാതെ അതെൻ്റെ പാപത്തിൻ്റെ പൊറുതിക്കും കടങ്ങളുടെ മോചനങ്ങൾക്കും കാരണമായിരിക്കുന്നു എന്നും എൻ്റെ പാപങ്ങൾ വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുവെന്നും ഞാൻ നീതീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുവെന്നും ഞാൻ വിശ്വസിക്കുന്ന യേശുവേ, ഞാൻ വിശ്വസിക്കുന്നു. ഇനിമേലിൽ പാപം ചെയ്യാൻ സാധിക്കാത്ത തരത്തിൽ കല്ലെറിയാൻ വന്ന, കൊല്ലാൻ വന്ന ഫരിസേയരെ അത് ചെയ്യാൻ സാധിക്കാത്ത തരത്തിൽ കൃപ കൊണ്ട് നിറച്ചവിടുന്ന് അവരെ പറഞ്ഞു വിട്ടു. അതുപോലെ ഇന്നു മുതൽ എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടാവുന്ന എല്ലാ തഴക്കദോഷങ്ങളും അതിൽ നിന്നെല്ലാം പൂർണ്ണ വിമോചനം നൽകുന്ന നീതിയുടെ കൃപാവരം ഇതാ നൽകപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നീതിയുടെ വാതിൽ ഞങ്ങൾക്കായി തുറന്നിരിക്കുന്നു. നമുക്കത് പാടുമ്പോൾ പാപികളേവരെയും മാടി വിളിക്കുന്ന ഈശോയുടെ അടുത്തേക്ക് നമ്മൾക്കൊരിക്കൽ കൂടി ഹൃദയം തുറന്ന് പശ്ചാത്തപിച്ചുകൊണ്ട് ആ കരുണയും നീതിയും നമ്മളിലേക്ക് ഒഴുകുന്നതിന് വേണ്ടി ദാഹിച്ചുകൊണ്ട് നമുക്ക് ചേർന്ന് പാടാം. നീതിയുടെ വാതിൽ ഞങ്ങൾക്കായി തുറക്കേണമേ, തിരുസന്നിധിയിങ്കൽ പാപികളേവരെയും മാടി വിളിച്ചവനാം അനുതാപികളാമേവർക്കും വാതിൽ തുറന്നു കൊടുത്തവനാം കരുണാമയനാം കർത്താവേ, നിൻ സവിധേ വന്ദനവരദം നിൻ സ്തുതികൾ ഞങ്ങൾ
നമുക്ക് സ്വതന്ത്രമായി സ്തുതിച്ചുകൊണ്ട് കർത്താവിൻ്റെ കൃപ നമ്മിലേക്ക് ഒഴുകുന്നതിന്, കൃപയ്ക്ക് മേൽ നമ്മിലേക്ക് കൃപ ഒഴുകുന്നതിന് നമുക്ക് സ്വതന്ത്രമായി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഓ പരിശുദ്ധാത്മാവേ, ഓ യേശുവേ, ഇപ്പോൾ തന്നെ ഞങ്ങൾ അങ്ങയെ ഞങ്ങൾ നാഥനും രക്ഷകനുമായി സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ ഞങ്ങളുടെ എല്ലാ പാപങ്ങളിൽ നിന്നും വിമോചിപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്ന് ഞങ്ങൾ ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് അതരെ കൊണ്ട് ഏറ്റുപറയുന്നു. ഞങ്ങൾ ഹൃദയത്തിൽ വിശ്വസിക്കുന്നു അങ്ങ് രക്തം ചൊരിഞ്ഞുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു എന്ന് ഞങ്ങൾ ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് അങ്ങാണ് എന്റെ രക്ഷകനെന്നും എന്റെ വിമോചകനെന്നും എന്നെ നീതീകരിക്കുന്ന എന്റെ പാപങ്ങൾക്ക് കരുണയോടെ എന്നിൽ നിന്നെടുത്ത് മാറ്റുന്ന പ്രകാശ ഗോപുരമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഓ യേശുവേ, ഞങ്ങളൊക്കെ സ്തുതിക്കുന്നു. യേശുവേ എന്റെ വിമോചക, യേശുവേ എന്റെ വിമോചക, ഞാനങ്ങെ സ്തുതിക്കുന്നു. എന്റെ എല്ലാ തരക്ക ദോഷങ്ങളെയും എന്നിൽ ഇനിയും മാറാതെ നിൽക്കുന്ന എല്ലാ പാപങ്ങളും പാപബന്ധനങ്ങളും ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ഇവയെല്ലാം വിട്ടുപോകുന്നു. ഇവയെല്ലാം യേശു ഏറ്റെടുത്തിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഓ യേശുവേ, നീതിയുടെ വാതിൽ ഞങ്ങൾക്കായി തുറന്നിരിക്കുന്നു. ഇനി മേലിൽ പാപം ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് അങ്ങ് ഞങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തിയിരിക്കുന്നു. അങ്ങ് ഞങ്ങളെ പുതിയ സൃഷ്ടിയാക്കി മാറ്റിയിരിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ യേശുവേ നന്ദി, യേശുവേ മഹത്വം, യേശുവേ മഹത്വം, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങ് ഞങ്ങളെ അങ്ങയുടെ ഹൃദയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നു. ഓ യേശുവേ, ഇപ്പോൾ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങോടത്തെ കൃപ കൊണ്ട് അവിടുത്തെ ദൈവീകത ഞങ്ങളിലേക്ക് ഒഴുക്കണമേ. ഞങ്ങളുടെ മാനുഷികതയിലേക്ക് അവിടുത്തെ ദൈവീകത പ്രവഹിപ്പിക്കണമേ. അവിടുത്തെ നീതീകരണം പ്രവഹിപ്പിക്കണമേ. അവിടുത്തെ തിരുരക്തത്താൽ ഞങ്ങളുടെ പാപങ്ങളും തുടച്ചു നീക്കണമേ. വിശുദ്ധീകരിക്കണമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. തിരുരക്തത്താൽ ഞങ്ങളെ കഴുകണമേ. ഞങ്ങളെ വിശുദ്ധീകരിക്കുന്ന അവിടുത്തെ കൃപാവരം ഞങ്ങളുടെ മേൽ ഒഴുക്കണമേ. ഓ യേശുവേ, ഞങ്ങൾ ഒരിക്കൽ കൂടി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം, യേശുവേ നന്ദി. ഒരു നിമിഷം മൗനമായി ഒരിക്കൽ കൂടി നമ്മൾക്കൊന്ന് ആത്മശോധന ചെയ്യാം. വിശ്വസിക്കുമ്പോൾ ഈശോ പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ നിങ്ങളെ പാപത്തെക്കുറിച്ചും ബോധ്യപ്പെടുത്തും. എന്നിൽ വിശ്വസിക്കായിക കൊണ്ട് പാപത്തെക്കുറിച്ച്. ഈശോയിൽ വിശ്വസിക്കായികയാണ് ഏറ്റവും വലിയ പാപം. ബാക്കി എല്ലാ പാപങ്ങളും യേശു ഏറ്റെടുക്കുന്നു. ഈശോയിൽ വിശ്വസിക്കാതിരുന്നതാണ് ഫരിസേയരെ കുറിച്ചുള്ള പ്രശ്നം. ഈശോയും പാപികളും തമ്മിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല. എന്നാൽ ഈശോയും ഫരിസേയരും തമ്മിലാണ് ബുദ്ധിമുട്ട്. ഓ യേശുവേ, ഞങ്ങളിലുള്ള ഫരിസേയ മനോഭാവം അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ദൈവരാജ്യത്തിനെതിരാണല്ലോ. എൻ്റെ കൂടെയല്ലാത്തവൻ എനിക്കെതിരാണ്. ഈശോയെ അങ്ങ് അരുളി ചെയ്തു, നിങ്ങൾ വിധിക്കുമ്പോൾ നിങ്ങൾ വിധിക്കുന്ന വിധി കൊണ്ട് തന്നെ നിങ്ങളും വിധിക്കപ്പെടും. എന്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കണ്ണിൽ തടിക്കഷ്ണം ഇരിക്കെ സഹോദരന്റെ കണ്ണിലെ കരടെടുത്ത് മാറ്റാൻ ശ്രമിക്കുന്നു? ഓ ദൈവമേ, ഈ പാപത്തിൽ നിന്നുകൂടി ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളിലുള്ള ഫരിസേയ മനോഭാവത്തിൽ നിന്ന് ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങൾക്കൊരു പുതിയ ഹൃദയം നൽകണമേ. ഞങ്ങൾ മറ്റുള്ളവരെ വിധിക്കുമ്പോൾ ഞങ്ങളെ തന്നെ വിധിച്ചു പോകുന്നല്ലോ ഈശോയെ. ഓ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിലൂടെയും അങ്ങയുടെ രക്ഷാകര പദ്ധതിയിലുള്ള പൂർണ്ണ വിശ്വാസത്തിലൂടെയും ഞങ്ങളിലുള്ള ഫരിസേയ മനോഭാവത്തെ അകറ്റണം. ഈശോയും ഫരിസേയരും പാപികളും, ഈശോയും ഫരിസേയരും പാപികളും, ഇവർ മൂന്നും ഞങ്ങളിലുണ്ടല്ലോ. ഇവർ മൂന്നും എന്നിലുണ്ടല്ലോ ഈശോയെ. ഈശോ എന്നിലുണ്ട്, പാപി എന്നിലുണ്ട്, ഫരിസേയനും എന്നിലുണ്ടല്ലോ. ഓ ഈശോയെ, എൻ്റെ മേൽ കരുണയായിരിക്കണമേ.
ഒരിക്കൽ കൂടി നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ സമാപന ആശീർവാദത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എല്ലാവരും നമ്മിലുള്ള പരിചയ മനോഭാവത്തെ തിരസ്കരിച്ചുകൊണ്ട് കർത്താവിന്റെ കരുണയിലൂടെ എല്ലാ പാപികളെയും നമ്മുടെ പാപത്തെയും ലോകത്തിലുള്ള മറ്റെല്ലാവരെയും കരുണയിലൂടെ കണ്ടുകൊണ്ട്, ദൈവമേ, അങ്ങയുടെ കരുണ കരകവിഞ്ഞൊഴുകുന്ന അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെടുന്നു. കർത്താവേ, ഞങ്ങൾ സ്തുതിക്കുന്നു. ആ സ്തുതികളോട് നമുക്ക് കരങ്ങൾ ഉയർത്തി സ്തുതിച്ചുകൊണ്ട് യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നിങ്ങളിൽ പാപം ചെയ്യാത്തവർ അവളെ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞ ഈശോയെ, ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്വർഗത്തിൽ നിന്നാഗതമാം ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. മാനവരേ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ, ദൈവത്തിൻ പരിപാവനമാം സന്നിധി ചേർന്നു വണങ്ങിടുവിൻ, സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സ്വർഗത്തിൽ നിന്നാഗതമാം ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ കരുണാവരായ യേശുവേ, കരുണാനിധിയായ യേശുവേ. ഓ, എൻ്റെ ദാസനെ പോലെ അന്ധനായ ആരുണ്ട്? ഞങ്ങളുടെ പാപങ്ങളെല്ലാം ഏറ്റെടുത്ത് യേശുവേ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ.